കീരിയും പാമ്പും, എലിയും പൂച്ചയും, ചേരയും തവളയും, മാനും പുലിയും ഇതൊക്കെ ഒരു സ്ഥലത്ത് ഒന്നിച്ചുണ്ടാകുമോ? കാരണം ഒന്നിച്ച് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒന്നിന് ആഹാരമാണ്, പരസ്പരം വിരോധമുള്ളവരാണ്, പരസ്പരം ഭയമുള്ളവരാണ് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഇന്നത്തെ ലൈബ്രറികൾ, വായനശാലകൾ അങ്ങനെയാണ് എന്നുള്ള നഗ്ന സത്യം ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ മാതൃകാ ലൈബ്രറി എന്നൊരു കവിതയിലൂടെ പച്ചയായ യാഥാർത്ഥ്യം എഴുതി വച്ചിരിക്കുന്നു. ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം നമ്മൾ വായനാ ദിനമായി ഒക്കെ കൊണ്ടാടുമെങ്കിലും ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ, അല്ലെങ്കിൽ നമുക്കിവിടുത്തെ കാര്യമാണല്ലോ അറിയാവുന്നത്, കേരളത്തിലെ വായനശാലകളൊക്കെ അവിടെയൊക്കെ ആളുകൾ കുറഞ്ഞിരിക്കുന്നു. വായിക്കുന്നവരൊന്നും അങ്ങോട്ടേക്ക് പഴയ പോലെ അങ്ങോട്ടേക്ക് ഒഴുകുന്നില്ല. പുസ്തകങ്ങൾ തേടി വരുന്നവരുടെ എണ്ണം കുറയുന്നു. ഇന്ന് പുസ്തകങ്ങൾ വായിക്കാൻ പലവിധ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാവാം. അപ്പോൾ പണ്ട് വായനശാല തേടി പോയിരുന്ന ഒരു സമൂഹം, ഒരു ജനത ഇന്ന് വായനശാലകളിലില്ല എന്ന് എഴുത്തുകാരും തിരിച്ചറിയുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കവിത എഴുതി വെക്കില്ലല്ലോ. ആ കവിത വായിച്ചു പോകുമ്പോൾ അറിയാം ഇന്നത്തെ ലൈബ്രറികളുടെ അവസ്ഥ. ലൈബ്രറികളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള വേദികളാക്കി മാറ്റുകയാണ്. യഥാർത്ഥ വായനക്കാർ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കുരീപ്പുഴയെ പോലുള്ള കവികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതിയ മാതൃകാ ലൈബ്രറി എന്ന കവിത ആ യാഥാർത്ഥ്യമാണ് പറയുന്നത്. കീരി ലൈബ്രറിയൻ, പാമ്പ് സെക്രട്ടറി. കീരി ലൈബ്രറിയൻ, പാമ്പ് സെക്രട്ടറി. പൂച്ചകൾ, മൂഷികർ, വായനക്കാർ. കീരി ലൈബ്രറിയൻ, പാമ്പ് സെക്രട്ടറി, പൂച്ചകൾ, മൂഷികർ, വായനക്കാർ. ചേരയും തവളയും, മാനും പുലിയും, കോഴിയും കാടനും, മുതലയും മത്സ്യവും, ഈച്ചയും ഗൗളിയും, കാട്ടിയും കഴുതയും, കൊതുകും ചിലന്തിയും നിത്യസന്ദർശകർ. വായനശാല എന്നും വരുന്നവരുടെ ഒരു പട്ടികയാണ്. ചേരയും തവളയും, മാനും പുലിയും, കോഴിയും കാടനും, മുതലയും മത്സ്യവും, ഈച്ചയും ഗൗളിയും, കാട്ടിയും കഴുതയും. കാട്ടി എന്ന പദത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അത് കാണ്ടാമൃഗം, കാട്ടെരുമ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ കാട്ടിയും കഴുതയും, കാണ്ടാമൃഗവും കഴുതയും എന്ന് വേണമെങ്കിൽ ധരിക്കാം. കൊതുകും ചിലന്തിയും നിത്യസന്ദർശകർ. ഇപ്പോഴത്തെ വായനശാലയിലെ കാര്യമാണ് ഈ പറയുന്നത്. ഒറ്റ മനുഷ്യനും അംഗമല്ലാകയാൽ ജന്മശതാബ്ദി ആഘോഷിപ്പൂ ലൈബ്രറി. ഒറ്റ മനുഷ്യനും അംഗമല്ലാകയാൽ ജന്മശതാബ്ദി ആഘോഷിപ്പൂ ലൈബ്രറി. ഇന്നത്തെ മാതൃകാ ലൈബ്രറി എന്ത് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ കവിത. പുള്ളി അടുത്ത കാലത്ത് ഒരു ആനുകാലികത്തിൽ എഴുതിയ ഈ കവിതയാണ്. അതെന്തുകൊണ്ട് പ്രസക്തമാണ് എന്ന് തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നു? എനിക്കങ്ങനെ തോന്നുന്നു.